ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെയാണേ വന്നേ. കാരണം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങളൊന്നും എനിക്കറിയാൻ പറ്റിയില്ല. കൂട്ടുകാരൊക്കെ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടുകാരെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എല്ലാവരുടെയും ക്ലാസ്? നല്ലതായിരുന്നോ? ക്ലാസ്സിലെ ടെക്സ്റ്റ് ഒക്കെ പഠിപ്പിച്ചു തുടങ്ങിയോ കൂട്ടുകാരെ? നോട്ടൊക്കെ എഴുതിപ്പിച്ചു തുടങ്ങിയോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ്? എല്ലാവരും നല്ല കമ്പനിയാണോ കൂട്ടുകാരുമായിട്ട്? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണോ സ്കൂളിൽ പോകുന്നത്? അതോ പഠിച്ചു പോകുന്ന കൂട്ടുകാരുണ്ടോ? എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം സ്കൂളിൽ കേട്ടോ. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യം. അപ്പോൾ നമുക്ക് എല്ലാത്തിനോടുള്ള ഇൻട്രസ്റ്റ് വരും. പഠിക്കാൻ ഇൻട്രസ്റ്റ് വരും, പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് വരും, ഡാൻസ് കളിക്കാൻ ഇൻട്രസ്റ്റ് വരും, എല്ലാത്തിനും നമുക്ക് ഇൻട്രസ്റ്റ് വരും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ. അതിനിടെ നമുക്ക് ഒന്നും നമ്മളെ ഏശരുത്. ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിന്ന് പഠിത്തമാണ്. അത് നിങ്ങൾ നല്ലവണ്ണം ചെയ്താൽ നിങ്ങളുടെ ഭാവിയിലേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാവും. നിങ്ങൾക്ക് ആരാവാനാണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടായിരിക്കും, എഞ്ചിനീയർ ആവണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടായിരിക്കും, അഡ്വക്കേറ്റ് ആവണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടായിരിക്കും, കളക്ടർ ആവണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടായിരിക്കും, എന്തിന് സിനിമ ആർട്ടിസ്റ്റ് വരെ ആവണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പം അതിനൊക്കെ എന്ത് വേണം? അടിസ്ഥാന യോഗ്യത വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസത്തിന് അറിവ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അറിവ് നമുക്ക് ഏത് പ്രായത്തിലും നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് അറിവ് എപ്പോഴും നമുക്ക് 5 വയസ്സുകാരൻ്റെ ഉള്ളിലും 80 വയസ്സുകാരൻ്റെ ഉള്ളിലും അറിവ് അത്യാവശ്യം തന്നെയാണ്. ആ വയസ്സ് വരെ നമുക്ക് അറിവ് നേടാം. ആ വയസ്സെന്നല്ല, അത് കഴിഞ്ഞും നേടാനുള്ളവരാണെങ്കിൽ നേടാം. കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, പ്രായമായവരുടെ ദിവസമാണ് ഇന്ന് അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് അറിയാം, ഈ അടുത്തിടെ പത്രത്തിൽ വന്നു, ഒരു അമ്മ SLC പരീക്ഷ ഈ പ്രായത്തിൽ എഴുതി. ആ അമ്മ ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചു. ഇതൊക്കെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതൊക്കെ ആ അമ്മമാരെയൊക്കെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ആ അമ്മയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ശരീരത്തിന് ആകായികം ഉണ്ടാവാം, അങ്ങനെ പല കൈകൾക്ക് വിറയലുണ്ടാവാം. ഇതിനെയൊക്കെ തരണം ചെയ്ത് ആ അമ്മയുടെ മനസ്സിൽ ആ പ്രായത്തിലും എന്തുണ്ടായിരുന്നു? പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൽ നിന്നല്ലേ അമ്മയ്ക്ക് ആ പഠിക്കണമെന്നുള്ള തോന്നൽ വന്നത്. ആ ആഗ്രഹം കൂടിയപ്പോഴല്ലേ അമ്മ നല്ല ധൈര്യത്തോടെ പഠിച്ച് സധൈര്യം അതിനെ നേരിട്ട് ആ അമ്മ നല്ല മാർക്ക് മേടിച്ചിട്ട്. ഓർക്കുന്നുണ്ടോ കൂട്ടുകാര്? പത്രം വായിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു കാണും. അങ്ങനെ മാർക്ക് മേടിച്ച ഒരമ്മ ഈ അടുത്തിടെ മരണപ്പെടുകയും ചെയ്തു. അപ്പം അവരെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്. അബ്ദുൽ കലാമിനെയും മദർ തെരേസയും അങ്ങനെ നമ്മുടെ ഒരുപാട് ജവഹർലാൽ നെഹ്റു അങ്ങനെ തുടങ്ങി ഒരുപാട് പേരെ മോഡലാക്കുന്നവർ നമ്മൾ ഒരുപാട് പേരുണ്ട്. മാതൃകയാക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ അവരെ പോലെ തന്നെ മാതൃകയാക്കേണ്ടവരാണ് ഈ അമ്മമാരും. അതായത് ആ പ്രായത്തിൽ പഠിക്കണമെന്നുള്ള അവരുടെ സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റിനെയാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് ഇന്നൊരു ബിഗ് സല്യൂട്ട്. ഈ പ്രായമായവരുടെ ദിവസമായതുകൊണ്ട് നമുക്ക് അവർക്കൊരു ബിഗ് സല്യൂട്ടും ഒരു ക്ലാപ്പും കൊടുക്കണം നമ്മൾ അല്ലേ? അവരെയൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ എപ്പോഴും ആദരിക്കേണ്ടത്. എന്താണ് ഞാൻ പറഞ്ഞത്? മറ്റു നേതാക്കന്മാരെ പോലെയും മറ്റ് PAPസിനെ പോലെയും മറ്റ് നമുക്ക് മാതൃകയാക്കേണ്ട ആൾക്കാരെ പോലെയും ഈ അമ്മമാരെയും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പം പഠിത്തത്തിന് നമുക്ക് അറിയില്ല. ഏത് പ്രായത്തിൽ വേണേലും നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ എന്തായിരുന്നു കൂട്ടുകാരെ പഠിപ്പിച്ചിരുന്നത്? ഞാൻ കൂട്ടുകാരെ സ്വരാക്ഷരങ്ങൾ പഠിപ്പിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിച്ചു, ഒരു കഥ പറഞ്ഞു തന്നു കൂട്ടുകാർക്ക്. പിന്നെന്ത് ചെയ്തു? കഥ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ചില്ലക്ഷരങ്ങൾ പഠിപ്പിച്ചു അല്ലേ? അങ്ങനെ നിങ്ങളെ ഞാൻ എന്തെല്ലാം പഠിപ്പിച്ചു അതൊക്കെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നോക്കുന്നുണ്ടോ? ചുമ്മാതാണേലും ഒന്ന് പേപ്പറിൽ എടുത്ത് നോക്കുന്ന കൂട്ടുകാരുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. ചില്ലക്ഷരങ്ങൾ പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, ഇതിൻ്റെയൊക്കെ വാക്കുകൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൂട്ടക്ഷരങ്ങളിലേക്കാണ്. ആ കൂട്ടക്ഷരം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മുഴുവൻ കൂട്ടക്ഷരങ്ങളും ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല, എന്നാലും ഒരു 2 ലൈൻ കൂട്ടക്ഷരങ്ങളെ കൂട്ടുകാരെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാനപ്പോൾ അത് എഴുതാൻ പോവാ ബോർഡിൽ. കൂട്ടുകാർക്ക് അത് എങ്ങനെ മനസ്സിലാവുന്നു ഉണ്ടെങ്കിൽ പറയുക, മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം. അപ്പൊ ഞാൻ എഴുതി തരുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നോണം. അപ്പൊ ഫസ്റ്റ് കൂട്ടക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരം ഏതാണ് കൂട്ടുകാരെ? ഏതാണ് അക്ഷരം? അതെ, ഇക്ക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ കൂട്ടക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരം. ഏതാണ്? ഇക്ക. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ, ശ്രദ്ധിച്ചോണം.
പോലെ വന്ന് ഞാൻ എഴുതാൻ പോവാണ്, കൂട്ടുകാർ ശ്രദ്ധിച്ചോണേ. കാ നമ്മൾ എഴുതില്ലേ, ആ കാ പോലെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന കാ ഇങ്ങനെ വരാതെ അകത്തോട്ട് കയറ്റി വെളിയിലിറക്കിയാൽ അതാണ് ഇക്ക. എന്താ? ഇക്ക. കൂട്ടുകാർ പറഞ്ഞേ ഇക്ക. ഇനി അടുത്ത അക്ഷരം ഏതാണെന്നറിയാവോ? ഇങ്ക. കണ്ടോണേ, അത് നാ എഴുതില്ലേ നമ്മൾ, നാ. ആ അങ്ങനെ നാ പോലെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഇങ്ക എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ ഇക്ക ഇങ്ക. കൂട്ടുകാർ കണ്ടല്ലോ, ഇക്ക ഇങ്ക. ഈ രണ്ടക്ഷരം കണ്ടോ? ഇനി അടുത്ത അക്ഷരം ഏതാണെന്നറിയാവോ കൂട്ടുകാർക്ക്? കൂട്ടുകാർ കാ ഇഖ ഖ ഇഖങ്ങ പഠിച്ചില്ലേ? അതിന് പകരം കൂട്ടക്ഷരത്തിൽ ഇങ്ങ എന്ന് പറയും. അതെങ്ങനെയാണെന്നറിയാമോ? കെട്ടുപുള്ളിയിട്ട് ഇങ്ങനെ ഓ പോലെ വന്നിട്ട് അകത്തോട്ട് കയറ്റി വെളിയിലിറക്കി ഇങ്ങനെ ഇട്ടാൽ അതിനെ ഇങ്ങ എന്ന് പറയും. കൂട്ടുകാർ കണ്ടോ? ഇങ്ങ കണ്ടോ? ഓ പോലെ വന്ന് ഇങ്ങനെ കയറ്റി വെളിയിലിറക്കി അതിനെ ദാ പോലെ ഇട്ട അതിനെ ഇങ്ങ എന്ന് പറയും. അപ്പൊ ഏതൊക്കെ അക്ഷരമാണ് കൂട്ടക്ഷരം? ഇക്ക, ഇങ്ക, ഇങ്ങ. ഏതൊക്കെയാണ്? ഇക്ക, ഇങ്ക, ഇങ്ങ. ഈ മൂന്നക്ഷരം കൂട്ടുകാർക്ക് മനസ്സിലായോ എന്ന് നോക്കാം. ഇക്ക, ഇങ്ക, ഇങ്ങ. കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പൊ ഈ മൂന്നക്ഷരങ്ങൾ മനസ്സിലായെങ്കിൽ ഞാൻ ഒരുപാട് എഴുതിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് എഴുതിപ്പിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഈ മൂന്നക്ഷരങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ബുക്കിൽ ഒക്കെ എഴുതി നോക്കി ഒന്ന് പഠിച്ച് പിന്നെയും നമ്മൾ എഴുതി നോക്കി അതൊരു താഴെ എഴുതി പഠിക്കുമ്പോൾ നമുക്ക് കൂട്ടക്ഷരത്തിൽ ഈ മൂന്നക്ഷരങ്ങൾ മനസ്സിലാവും. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മൂന്നക്ഷരം എന്ന് പറയുമ്പോൾ മറ്റക്ഷരങ്ങളുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഒരു വാക്കും കൂടി ചേർക്കുന്നതിനെയാണ്, അതായത് ആ അക്ഷരത്തിൽ തന്നെ ഒരക്ഷരം കൂടി കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ കൂട്ടക്ഷരം എന്ന് പറയുന്നത്. ഇക്ക, ഇങ്ക, ഇങ്ങ. മനസ്സിലായോ? ഇതാണ് കൂട്ടക്ഷരത്തിലെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ. അപ്പൊ കൂട്ടുകാർക്ക് ഈ ആദ്യത്തെ 3 അക്ഷരങ്ങള് മനസ്സിലാവുമെന്ന് ശ്രമിച്ചു നോക്കുക. മനസ്സിലാവുമെങ്കിൽ അത് നല്ലവണ്ണം പഠിക്കുക. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്ക വരുമ്പോൾ അത് ഏതൊക്കെ വാക്കുകൾ വരുന്നത് കൂട്ടുകാർക്ക് തന്നെ മനസ്സിലാവും. ഇതാണ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് കൂട്ടുകാർക്ക് മനസ്സിലായെങ്കിൽ അത് നിങ്ങളുടെ നോട്ട്ബുക്കിലോ വീട്ടിലെ റഫിലോട്ടോ നിങ്ങൾ വീട്ടിൽ എഴുതി പഠിക്കുന്ന ബുക്കിലോട്ടോ ഒക്കെ ഒന്ന് എഴുതി തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ പണ്ടത്തെ ആശാരിമാർ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ എഴുതിപ്പിക്കുന്ന ബോർഡിലും ബുക്കിലും ഒന്നുമല്ല, അവർ നല്ല മണ്ണിലാണ് എഴുതിപ്പിക്കുന്നത്. മണൽ കൊണ്ടുവന്ന് ആ മണൽ അരിച്ചെടുത്ത് ആ മണലിലാണ് നമ്മളെ എഴുതിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ തറമായിട്ട് പഠിക്കുമെന്ന് പണ്ടത്തെ അമ്മമാര് നമുക്ക് തന്നെ അറിയാം. ഞാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന എപ്പോഴും മലയാള അക്ഷരങ്ങൾ മണ്ണിൽ എഴുതി പഠിക്കുന്നതാണ്. നിങ്ങൾ കൊച്ചുകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ മണ്ണിൽ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാവും. കാരണം ആ ഒരു തറമാവും നമുക്ക്. എപ്പോഴും മലയാള അക്ഷരങ്ങൾ ആ മണ്ണിൽ എഴുതുന്നതും ഓലയിൽ എഴുതുന്നതും ഒക്കെ ഒരു രസകരമായ കാര്യം മാത്രമല്ല, കുട്ടികൾക്ക് പഠിക്കാനും നമ്മുടെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കാനും ഒക്കെ അതൊരു വലിയ ഘടകമാണെന്നുള്ളതാണ് കാര്യം. അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ അക്ഷരം മനസ്സിലായെങ്കിൽ കൂട്ടുകാർ ഇത് തീർച്ചയായിട്ടും എഴുതി നോക്കണം, ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ എപ്പോഴും മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കണം എന്നുള്ളത് കൂട്ടുകാർ മറക്കരുത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ കൂട്ടുകാരെ എല്ലാവരും എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മുടെ ജീവിതവും ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റൂ, നമ്മുടെ പഠിത്തമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റൂ. കുട്ടികാരെന്ത് ചെയ്യണം? ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം, പടം വരയ്ക്കാൻ പഠിക്കണം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എല്ലാം ചെയ്യുന്നവരെ നിങ്ങളെല്ലാം മിടുക്കരാ, അതെനിക്കറിയാം. പക്ഷേ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ബൈ ബൈ.